പാപം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളം പറയരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ശൗമേൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ, അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്, ദൈവജനത്തെയും പാപത്തിൽ കിടക്കുന്ന ജനത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. അതെ, ഈ ഭൂമിയിൽ ദൈവരാജ്യം പണിയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, ദൈവത്തെ അറിയാത്തവർ, അവർ ദൈവത്തെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യാതിരുന്നാൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ദൈവം വിടുവിച്ചതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരും വിടുവിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് പറയാണ്, സ്വർഗം സന്തോഷിക്കുന്നു. ഈ പകൽക്കാലം നമുക്ക് ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടിയും നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.